പ്രിയമുള്ളവരെ, ഇഷ്ടമുള്ള കുറേ ഗാനങ്ങളും കുറേ പാട്ട് വിശേഷങ്ങളുമായിട്ട് ശാലോം ടി വി ഹെവൻലി മെലഡീസ് സീസൺ 2 ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയമുള്ള ബിനു പോന്നോക്കാരനച്ഛനാണ്. തൃശ്ശൂരിൻ്റെ സ്വന്തം ബിനു അച്ഛൻ. അച്ഛാ, ഷാലോമിൻ്റെ ഈ സ്നേഹമുള്ള ഫ്ലോറിലേക്ക് സ്നേഹത്തോടെ അച്ഛാ സ്വാഗതം ചെയ്യണം. വിഷമിഷയാക്കി സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛനിപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ സഭ പൗരസ്ത്യ കൽതായ സുറിയാനി സഭയാണ്. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ കോഴിക്കോട് നടക്കാവിൽ ഉള്ള മാർ തിമോത്തിയോസ് പള്ളി വികാരിയാണ്. അച്ഛൻ്റെ വീട്? എൻ്റെ വീട് തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ കുരിയച്ചിറയാണ്. വീട്ടിലാരൊക്കെയാണ് അപ്പം? വീട്ടിലെ അപ്പനമ്മ മരിച്ചു. സഹോദരങ്ങൾ ഞങ്ങൾ 4 പേരാണ്. അച്ഛൻ്റെ തിരുപ്പട്ടം കശീഷയ്ക്ക് എന്നായിരുന്നു? കശീശ പട്ടം ലഭിക്കുന്നത് 2006 ജൂൺ 11. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നോ? പഠിക്കാൻ മിടുക്കനായിരുന്നു. പഠനം, അതുപോലെ സ്കൂളിലെ പ്രസംഗം, പാട്ട്, കഥാപ്രസംഗം, പാട്ടൊക്കെ പണ്ടേ ഉണ്ടല്ലേ അച്ഛൻ? നമുക്ക് അങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ അച്ഛൻ്റെ ഒരു സുന്ദരമായ പാട്ട് കേട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. വാനവാസിതനെ തവ നാമം വാനവർ പാടി സ്തുതിക്കും തിരുനാമം. അനാദി മുതലെന്നും നമിക്കും നാമം പരിശുദ്ധമാകും. രാജ്യം ഭൂമൗ വന്നിടുവാ താത കൃപയെ കീടേണമേ സത്വരം. ഭൂതലെ തവഹിതം പോലാകട്ടെ പരത്തിലെന്ന പോ. ഭൂതലെ തവഹിതം പോലാകട്ടെ പരത്തിലെന്ന പോ. ഇത് പ്രാർത്ഥന ഗാനമാണോ? എന്താണ് ഈ ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. 1929 ഞങ്ങളുടെ സഭയിൽ ഉണ്ടായതായ ഗാനമാലിക എന്ന ഒരു പുസ്തകത്തിലത്തെ 21ാമത്തെ ഗാനാണത്. കർത്താവിൻ്റെ പ്രാർത്ഥന. അതൊരു പഴയ സാഹിത്യത്തിലുള്ള ഒരു ഇത് പാട്ടാണ്. ലിറ്റർജിയൊക്കെ സുറിയാനി അല്ലേ കൂടുതലും? ലിറ്റർജി സുറിയാനി, ഈസ്റ്റ് സിറിയക്കാണ്. സുറിയാനി പഠനമൊക്കെ എങ്ങനെയാ? പഠനമൊക്കെ ഒന്ന് പറഞ്ഞേ അച്ഛൻ്റെ. അതിനുശേഷം സെമിനാരി പറഞ്ഞതിന് ശേഷമുള്ള പഠനമൊക്കെ. ഞങ്ങളുടെ സഭയിലെ അൾത്താര ബാലന്മാർ ഇല്ല. മദ്ബഹായിലെ ശുശ്രൂഷിക്കണമെങ്കിൽ ഷമ്മാശപ്പട്ടം ലഭിച്ചവർ വേണം. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഷമ്മാശനായി. അതെങ്ങനെയാ അത് അതിലേക്ക് എത്തിയത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മർ സുറിയാനി ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് വൈദികരാകാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായിരുന്നു അവസാനം. അതിലിങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ആരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള. അപ്പോൾ ഞങ്ങൾ 2 പേര് വൈദികരാകാൻ എന്നുള്ള എഴുതിയെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ആയത്. അപ്പോൾ അങ്ങനെ ഒരു ഇംഗിതം, ആഗ്രഹം സഭയിൽ അറിയിച്ചതുകൊണ്ടാണ് സഭയുടെ ഒരു ആവശ്യഘട്ടത്തിൽ ഈ ചെറുപ്പത്തിൽ ഷമ്മാശനാകാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ പോവുകയാണ് ഉണ്ടായത്. എത്ര വർഷം ഫോർമേഷൻ നിങ്ങൾക്ക്?
ഞാൻ 11ാമത്തെ വർഷത്തിലാണ് കശീശയാവുന്നത്. സുറിയാനിയൊക്കെ പഠിക്കുന്നത്? സുറിയാനി കൂടുതൽ പഠിക്കുന്നത് ശരിക്കും ഞങ്ങളുടെയൊക്കെ കുറേ അച്ഛന്മാരുടെ മൽപ്പാനച്ഛൻ PK റാഫേൽ പൂവത്തിങ്കൽ നാട്ടിൽ തന്നെ. ഞങ്ങൾക്ക് സെമിനാരി മുളങ്ങുത്താവിനടുത്ത് തിരൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, തൃശ്ശൂർ തിരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു സെമിനാരി ഉണ്ട്. ആ സെമിനാരിയിലായിരുന്നു പഠനം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. 4:30 ലിലിയ പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ സപ്ര പ്രാർത്ഥന, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അതൊരു കഴിയുമ്പോൾ തന്നെ 6 മണി 6:30 ആവും. പിന്നെ നമ്മുടെ ദൈനംദിന എല്ലാം സുറിയാനിയിലാണ്. എനിക്ക് സുറിയാനിൽ ഇഷ്ടപ്പെട്ട 2 വരികൾ പാടാവോ? കുർബാനയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സുറിയാനി ഗാനം, അത് 2 വരി പാടാം. Demassian pahara umahia nausha bradalahaye Wahanasha betnainasha ingya Wapukudane sralahdita min brainasha ലിറ്ററേച്ചർ ഇത് എപ്പോഴാണ് ഇത് പാടുക? ഇവങ്കാരി വായിക്കുന്നതിന് മുമ്പ് പാടുന്ന ഗാനാണ്, ഒരുക്കപ്പാട്ടാണ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കേട്ടിട്ട്. ഇപ്പൊ പാടിയത് ഇടദിവസത്തെ ആണ്. ഞായറാഴ്ച ആഘോഷ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് ലിറ്റർജിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുണ്ടല്ലോ പാട്ടുകളുണ്ടല്ലോ. സുറിയാനി നോക്കിയാണ് പാടിയത് ഞാനിപ്പോൾ അത്. അച്ഛാ, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, കുറച്ച് ബാല്യകാല വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ? തീർച്ചയായും. എൻ്റെ പിതാവ് PP ജോസഫ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്. അപ്പച്ചനെ അറിഞ്ഞിരുന്നത് കോട്ടയം ജോസഫ് എന്ന പേരിലാണ്. അപ്പച്ചനൊരു ഗായകനാണ്, ഹാർമോണിസ്റ്റാണ്. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് ജോസ് പ്രകാശും, സിനിമാ നടൻ ജോസ് പ്രകാശും എൻ്റെ പിതാവും ചേർന്നിട്ട് അവർ ഫ്രണ്ട്സായിരുന്നു. കോട്ടയം ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ആർട്സ് ക്ലബ്ബൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അപ്പൻ ജോലിയുമായി വിവിധ മേഖലകളിലേക്ക് വന്നു. ഞങ്ങൾ ബേസിക്കലി തൃശ്ശൂരുകാരാണ്. അങ്ങനെ തൃശ്ശൂർ വന്ന് അപ്പൻ സെറ്റിലാകാണ്. അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു അല്ലേ? അപ്പം നല്ലൊരു പാട്ടുകാരനാണ്. അതുകൊണ്ടാണ് അപ്പച്ചൻ ഈ ഹാർമോണിസ്റ്റ്, കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുടുംബ പ്രാർത്ഥനയിലെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഹാർമോണിയം വായിച്ചിട്ട് ആണ് കുറേ പാട്ടുകൾ പാടാൻ. വേറെ അച്ഛനും അതുപോലത്തെ ഒരു ബാല്യകാലം നേരത്തെ മുമ്പിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നേ, നമുക്കത് ചെയ്യാവുന്ന കാര്യമല്ല അല്ലേ? തീർച്ചയായും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറ, നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരുന്നുണ്ടാവും ചിലർക്ക്. എന്തുകൊണ്ട് അത് എന്ത് രസകരമായിട്ട് ആ പ്രാർത്ഥന സമയം ആയിക്കൂടാ? അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കുറേ പാട്ടുകൾ ഹൃദയസ്ഥായി. അതൊക്കെ പഴയ പാട്ടുകളൊക്കെയാണ്. ഒരു കുടുംബത്തിൽ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് 2 സമയങ്ങളിലാണ്. ഒന്ന് ഒരുമിച്ചുള്ള പ്രാർത്ഥന. അതുപോലെ ഒരു പ്രത്യേകത എൻ്റെ വീട്ടിൽ കണ്ടിട്ടിരിക്കുന്ന, മറ്റു വീടുകളിലൊന്നും അധികം കണ്ടിട്ടില്ല. വീട്ടു പ്രാർത്ഥനയിൽ
ബൈബിള് വായിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടേതായ ഒരു വ്യാഖ്യാനം പറയും. അതോടുകൂടെ അപ്പച്ചനും അതിനോടുകൂടെ ചേരും. വചനം വായിച്ചിട്ട് 10-15-20 വാചകം വായിക്കുള്ളൂ. അങ്ങനെ അതേപോലെ തുടർച്ചയായിട്ടുള്ള വായനകൾ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കുറേ കഥകൾ, ബൈബിൾ കഥകൾ ചെറുപ്പത്തിലെ തന്നെ ഹൃദയസ്ഥാക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ആഘോഷമാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ നേരത്ത് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഒരു ആഘോഷമുള്ള കുടുംബ പ്രാർത്ഥന, ഒരു 4-5 പാട്ടൊക്കെ പാടും. എന്നിട്ട് ആഘോഷമുള്ള അതിനുശേഷമുള്ള അത്താഴവും വരുന്നു. മതി കുടുംബത്തിലായിരിക്കും സന്തോഷമായിട്ട്. അച്ഛൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾക്ക് വരുന്ന മുമ്പ് നമുക്കൊരു അച്ഛൻ്റെ ഒരു ഫുൾ സോങ് കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായും. അച്ഛന് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടല്ലോ, ദർശനം നൽകണം അല്ലേ? ഓക്കെ, നമുക്ക് അത് തന്നെ കേട്ടാലോ? പാടാം. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര.
സഗരി ഗഗരി സദ പദ പദ സ പദ സഗാ നിഗരി രി ദ ദ ദ ദ ദ പ ഗരി ഭഗ ദ പ സദരി സഗരി സദ രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നിടണേ. പാടും ജീവനെല്ലാം ദേവൻ ദയയാലേ, പാടും ജീവനെല്ലാം ദേവൻ ദയയാലേ. തേനിൻ ശ്രുതിയോടെ തേനിൻ ശ്രുതിയോടെ ഗീതം പാടിടുമേ രാഗതാള ഭാവഗാനലയമോടെ ലയമോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. ആ ആ വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. പാരിൽ നമുക്കായി ദൈവസുതനായി, പാരിൽ നമുക്കായി ദൈവസുതനായി പാരം കനിവോടെ പൂനി പാപം പോക്കും ദിവ്യവേഷം കനിവോടെ കനിവോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. പാപമുലകിൽ എൻ വാസം സ്ഥിരം, യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ.
ശ്രമിച്ചാൽ സുന്ദരമായിരിക്കുന്നു കേട്ടോ. അച്ഛൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. സെമിനാരി വന്നതിന് ശേഷമാണോ അതോ? സെമിനാരിയിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അത്ര എളുപ്പമല്ല ഈ പാട്ട് പാടാനേ. ദാസേട്ടൻ അനശ്വരമായിട്ടുള്ള സുന്ദരമായിട്ട് അച്ഛൻ പാടി. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ ചേതനയുടെ 2 സ്ഥാപനങ്ങളിലാണ് പഠിച്ചത്. ചേതന മ്യൂസിക് അക്കാദമി, നമ്മുടെ തോമസ് ചക്കാലമറ്റം അച്ഛൻ നേതൃത്വം നൽകുന്ന അവിടെ മുരളീധര മാഷിൻ്റെ കീഴിലാണ് ആദ്യകാലം പഠിച്ചത്. പിന്നീട് സെമിനാരി, പിന്നെ ബാംഗ്ലൂരായിരുന്നു പഠനം. അപ്പോൾ പിന്നെ അതൊന്നും നടന്നില്ല. ബാംഗ്ലൂർ എവിടെയായിരുന്നു? ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലായിരുന്നു BD. പിന്നെ MTH ചെയ്യാനായിട്ട് പോയത് DVK ധർമാരം വിദ്യാക്ഷേത്രം. 2009 2011. 2011 നമ്മളപ്പോൾ അവിടെ ഉണ്ടായി കാണുമല്ല അല്ലേ? വൈകുന്നേരങ്ങളിൽ കോർട്ടിലാണല്ലോ ഒരുമിച്ച് കൂടുള്ളൂ. ആ സമയത്ത് അച്ഛൻ MTH അല്ലേ പഠിക്കാൻ? ഞങ്ങളെ തിയോളജി ആ സമയത്തായിരുന്നു അവിടെ. കുഞ്ഞിലെ കുറച്ച് കാര്യങ്ങൾ, ഒരു കുഞ്ഞ് നല്ലൊരു അനുഭവം ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നത് 1-2 വയസ്സുള്ള സമയത്ത്, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരിക്കൽ ഒരു അച്ഛൻ വഴിയിലൂടെ പോവാണ്. അപ്പം ഞങ്ങളുടെ സഭ 2 കക്ഷിയായിട്ട് വഴക്കടിച്ച് നിൽക്കുന്ന ഒരു 30 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എതിർകക്ഷിയിൽ അച്ഛനാണ്. എൻ്റെ സഹോദരങ്ങൾ ഓർത്തെടുക്കുന്നത് കാട്ടിലെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. കാട്ടിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന അച്ഛനാണെന്നാണ് അവർ പറയുന്നത്. അപ്പം അച്ഛൻ പോകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് കയറ്റാണ്. അച്ഛന് ഇങ്ങോട്ട് കയറാനായിട്ടൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ നിർബന്ധം കൊണ്ടാണ് അച്ഛൻ കയറിയത്. അങ്ങനെ കയറി അച്ഛൻ പ്രാർത്ഥന കഴിച്ചോ, അവർ പാട്ട് പാടി. ഞങ്ങളാരും കേൾക്കാത്തൊരു പാട്ടാണ്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ പാട്ട് പാടുമ്പോൾ ഞാൻ എല്ലാം അല്ലമൗലി, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം അല്ലമൗലി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ യാദൃശ്ചികമായി എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്ന ഒരു പാട്ട് പാടുകയാണ് വീട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് എല്ലാം അല്ലമൗലി എന്ന് പറഞ്ഞു. അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. കുഞ്ഞിലെ പഠിച്ച പാട്ടാണ് അല്ലേ? അതെ. പെട്ടെന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആദ്യം വരുന്ന പാട്ട് ഇതാണ്. അങ്ങനെ അത് ആവർത്തനം വരാൻ വേറെ പാട്ടുകളൊക്കെ എടുക്കാണ്. പെട്ടെന്ന് വരുന്ന പാട്ട് ഇതാണ്. അച്ഛൻ നമ്മുടെ കുർബാനയിൽ ലിറ്റർജിയിൽ ഒത്തിരി സുന്ദരമായ പാട്ടുകളുണ്ട് അല്ലേ? ലിറ്റർജിയിൽ എനിക്ക് സുറിയാനി ആയിട്ടുള്ള സുറിയാനി അത് സെമിനാരി ചേർന്ന ഉടനെ തന്നെ പഠിച്ചു തുടങ്ങിയല്ലേ? സെമിനാരിയിൽ ചേർന്ന ഉടനെ തന്നെ സുറിയാനി അക്ഷരമാല ആരംഭിച്ചു. പിന്നെ ഈ നമുക്ക് വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലിറ്റർജിയിൽ. കൂടുതൽ വായനയാണ് ആവശ്യം. അപ്പം അത് പരിശീലിച്ചത് ഈ യാമപ്രാർത്ഥനകളിലൂടെയാണ്. ലിലിയ, സപ്ര, പിന്നെ റംശ എന്നീ പ്രാർത്ഥനകൾ. അപ്പം അതിലൂടെ നമ്മുടെ സ്പീഡ് വർദ്ധിക്കും. സുറിയാനി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പീഡ്. എല്ലാ പ്രാർത്ഥനയും സുറിയാനിയിലായിരുന്നു സെമിനാരി കാലത്ത് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ബിനുവേച്ച, എനിക്ക് അതിന് ഒത്തിരി സന്തോഷം വെച്ചാൽ കൂടുതൽ ഒത്തിരി നല്ല അറിവുകളായിരുന്നു അച്ഛൻ്റെ കൂടെ നിന്നിട്ട്. മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടു. പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ സ്വന്തം ബിനുവച്ചൻ അല്ലേ? എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. അച്ഛൻ്റെ പാട്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ശാലോം ടിവിയുടെ സ്നേഹമുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അച്ഛാ. ഇനിയും ഒത്തിരി തമ്പുരാനു വേണ്ടി മഹത്വപ്പെടുത്തുവാനായിട്ട് ഒത്തിരി സംഗീതത്തിൻ്റെ ക്രിയേറ്റിവിറ്റികൾ അച്ഛനിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അച്ഛാ, നമുക്കൊരു
ഒരു സുറിയാനി പാട്ടും കൂടി അല്ലേ? നമുക്കിത് പ്രാർത്ഥനാപൂർവം ഇത് കേൾക്കാം. നിതയ്യബ്ദിഹൽ താവൗരഹം താ മോഹതാദഹിൽ താരാസാദം ശിഹാ വൽനൗശാതൻ ബാവാദേൻ സബി ദൗൻ റയ്യൽ വൈ ദയ്യാനാദ് ഹുല്ല ദൻഹു സാലേൻ മാദായേ ശർവാതേ ദാൽമാ നിതയ്യബ്ദിഹൽ താവൗരഹം താ മോഹതാദഹിൽ താരാസാദം ശിഹാ വൽനൗശാതൻ ബാവാദേൻ സബി ദൗറയ്യേൻ ദയ്യാനാദ് ഹുല്ല ദൻഹു സാലേൻ മാദായേ ശർവാതേ ദാൽമാ